കുണ്ടറ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസിന് കുരുക്കായി ഡോക്ടറുടെ മൊഴി. പോലീസുകാരൻ മർദ്ദിച്ചുവെന്ന് സിയാദ് പറഞ്ഞതായി ചികിത്സിച്ച ഡോക്ടർ. ജൂൺ 16 പുലർച്ചെ ശ്രീജിത്ത് എന്ന പോലീസുകാരൻ ജീപ്പിൽ കയറ്റി മർദ്ദിച്ചുവെന്നാണ് സിയാദ് ഡോക്ടറോട് പറഞ്ഞത്. ആശുപത്രി രേഖയിലും ഡോക്ടർ സിയാദിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ഈ പോലീസ് പറഞ്ഞതെല്ലാം കള്ളങ്ങളാണെന്ന് തെളിയുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ മൊഴി കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഡോക്ടറിന് ഈ സിയാദ് മൊഴി നൽകിയെന്നാണ് പറയുന്നത്, ഈ ശ്രീജിത്ത് സിയാദിനെ മർദ്ദിച്ചു എന്ന രീതിയിൽ. അതെ, ഈ മാസം 3-ാം തീയതി, അതായത് ജൂലൈ മാസം 3-ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ്, കുണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സിയാദ് തന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ഡോക്ടറിനെ കണ്ടപ്പോൾ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. കണ്ടാൽ അറിയാവുന്ന ആൾ അത് ശ്രീജിത്ത്, അത് പോലീസ് എന്ന് പറഞ്ഞിട്ടില്ല, ശ്രീജിത്ത്. അന്ന് അതും കോവിൽ മുക്കിൽ വെച്ച്, അതായത് രാത്രി 12 മണിക്ക് ശേഷമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് കോവിൽ മുക്കിൽ വെച്ച് തന്നെ മർദ്ദിച്ചത്. കോവിൽ മുക്കിലൂടെ പോലീസ് ജീപ്പ് കടന്നു പോകുമ്പോഴായിരുന്നു ഈ മർദ്ദനമെന്ന് ദൃക്സാക്ഷിയായ 16-കാരിയായ പെൺകുട്ടിയും ഈ മൊഴി നൽകിയിരുന്നു. എന്തായാലും ഇത് കൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അതിനും മുമ്പ്, അതായത് ജൂൺ 16-ാം തീയതിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച ശേഷം ജൂൺ 17-ാം തീയതി രാവിലെ ഈ കാണാതായി എന്ന് പറയുന്ന കുട്ടി മടങ്ങിയെത്തിയതോടെ ഈ സിയാദ് നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിട്ടയച്ചത്. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്നു. പിന്നീട് 26-ാം തീയതി, അതായത് 10 ദിവസത്തിന് ശേഷം ശരീരം തീരെ വയ്യാതായപ്പോഴാണ് അദ്ദേഹം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ കടനല്ലൂരിൽ ചികിത്സ തേടിയത്. തുടർന്ന് പിന്നെ വീട്ടിൽ തന്നെ തുടരെ ചികിത്സ തേടിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ പിതാവുമൊക്കെ അദ്ദേഹം ഈ കാഞ്ഞിരോട് കുണ്ടറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ 3-4 ദിവസം തുടർച്ചയായി അദ്ദേഹം പോയിട്ടുണ്ട്. പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ. അവിടെയും ഡോക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു മർദ്ദനമേറ്റിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഇതിന് എക്സ്റേയും CT സ്കാനൊക്കെ നടത്തിയതും. ആ സമയത്താണ് ഇതിന്റെ വാരിയെന്ന് പൊട്ടലുണ്ട് എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതും. അതൊരു കുറി ഇട്ടുകൊണ്ട് അത് ഡോക്ടർമാർ ജില്ലാ ആശുപത്രിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഡിസ്ചാർജ് സമ്മറിയിലും ഇക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വസ്തുത എന്ന് നിൽക്കെ മഞ്ഞപ്പിത്തമാണ് രോഗകാരണം, മരണകാരണം എന്ന് മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു സ്വാമിമാരുടെ പടയായി ഈ സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാറിയെന്നൊരു വിമർശനം ഇപ്പോൾ കുണ്ടറയിലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഉയരുന്നു. ഇത് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധുക്കൾ അവിടെ ഈ മെഡിക്കൽ ആശുപത്രി ഇന്നലെ അതിന്റെ രേഖകൾ വാങ്ങാനായി പോയപ്പോഴാണ് ഡോക്ടർമാർ ഈ വിവരം തന്നെ പങ്കുവെക്കുന്നത്. ഒരു ഡോക്ടർ പോലും ഇതിന് ഈ മഞ്ഞപ്പിത്തമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, മരിക്കുന്നത് ജൂലൈ 25-ന്. ജൂലൈ 24-ാം തീയതി നടത്തിയ ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.